കേന്ദ്ര ബജറ്റിൽ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്നുള്ള പൊതുവായി ഉള്ളൊരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ആന്ധ്രയ്ക്കും ബീഹാറിനുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് സുരേഷ് ഗോപിക്കെതിരെ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിക്കെതിരെ വ്യാപകമായ സൈബർ ഇടങ്ങളിൽ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ അങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ടതുണ്ടോ? എൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം സുരേഷ് ഗോപി വിചാരിച്ചിരുന്നതല്ല, ഇഷ്ടംപോലെ പദ്ധതികൾ പ്രഖ്യാപിപ്പിക്കാമായിരുന്നു. സുരേഷ് ഗോപി അങ്ങനെ വെറുതെ പ്രഖ്യാപനം നടത്തി പോകുന്ന ഒരാളല്ല. സുരേഷ് ഗോപി വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ചുമതല ഏറ്റെടുത്ത് അദ്ദേഹം ഇപ്പം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ ഡിസ്കഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ടൂറിസം മേഖലയിൽ നിന്ന് സമഗ്രമായ ഒരു പാക്കേജ് വരാൻ പോവുകയാണ്. അത് ഓൾ ഇന്ത്യ തലത്തിലുള്ള പാക്കേജാണ് വരാൻ പോകുന്നത്. അതിനൊരു ആ വിഭാഗത്തിൽ ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റിനെ, പേര് ഞാൻ മറന്നു, നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ആളുകളെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു രൂപരേഖ തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ലോലി ആൻഡ് സ്റ്റഡി കാര്യങ്ങൾ ചെയ്യാനാണ് അങ്ങയുടെ തീരുമാനം എന്നാണ്. അങ്ങനെ ചെയ്താൽ മതി എന്നാണ് മോഡി പറഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എടുത്തിയാടി പ്രഖ്യാപനം നടത്തേണ്ട ആവശ്യമില്ല, വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ പൊള്ളയ വാഗ്ദാനം കൊടുക്കുന്ന ഒരാളല്ല. അയാൾ ഈ മോഡിനെ കൊണ്ട് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യം പറയാതുള്ളൂ. അത് ചെയ്തിരിക്കും. അതാണ് മൂപ്പരെ രീതി. ഇപ്പം ഗവൺമെൻറ് ആയിട്ട് സ്വന്തം കാശെടുത്ത് മൂപ്പർ ചെയ്യും. ഇതിപ്പം ഗവൺമെൻറ് വന്നിട്ട് കുറച്ച് സമയം, സുരേഷ് ഗോപി വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. അദ്ദേഹം പൂർണ്ണമായിട്ട് മനസ്സിരുത്തി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് സമഗ്രമായ ഒരു പദ്ധതി വരും. അതാണ് അതിൻ്റെ. നിങ്ങളിപ്പോൾ ഓരോ ബജറ്റ് വരുമ്പോഴും പല എംപിമാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരുടെ ഈ മിനിസ്ട്രിയിലുള്ള ഒരു സ്വാധീനവും നാട്ടുകാരെ 4 ദിവസത്തെ ന്യൂസല്ലേ നിങ്ങൾ നോക്കുന്നുള്ളൂ. ഈ ബജറ്റ് തന്നെ പൂർണ്ണം എത്ര ആളുകൾ പഠിച്ചിട്ടുണ്ട്? ഓൺലി പ്രഖ്യാപനങ്ങൾ നോക്കിയില്ല. ബജറ്റ് ഒരുപാട് ഡീറ്റെയിൽസ് ബജറ്റിന്റെ അടിസ്ഥാനത്തിലല്ലേ തുകകൾ വകയിരുത്തി അല്ല, അതൊക്കെ പിന്നെ മാറ്റം വരും. ഈ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റം വരും. അന്നപ്പം ആ ബജറ്റ് ഉണ്ടാക്കുന്ന സമയത്തുള്ള ഒരു പൊതു കാഴ്ചപ്പാടനുസരിച്ച് ആ ബജറ്റ് ഉണ്ടാകും. അതിനുശേഷം എന്താ വെച്ചാൽ ഇങ്ങനെ വിമർശനങ്ങളൊക്കെ വരും. അതൊക്കെ ഉൾക്കൊള്ളിച്ചാണ് ഫൈനൽ ഡ്രാഫ്റ്റ് വരിക ബജറ്റിന്. അങ്ങനെയാണ് അതിൻ്റെ രീതി. അല്ല, ഇതോടുകൂടി തീരുന്നില്ല. അപ്പോൾ പല എം പി ഇപ്പോൾ കഞ്ചിക്കോട് ഒരു ഫാക്ടറി, റെയിൽവേ കോച്ച് ഫാക്ടറി ഭയങ്കര അമേരിക്കയിലൊക്കെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇങ്ങനെ കോച്ചുകളെ ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്താം. പിന്നെ ശബരി റെയിൽപാത സ്ഥലം ഏറ്റെടുത്തു, 200 കോടി വകയിരുത്തി. ഇന്ത്യ ശബരി അവിടെ എരിമേലിയിലൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലേ, എലിവേറ്ററും ഹെലിപ്പാടൊക്കെ ഉണ്ടെന്ന് കേട്ടത്. ഇങ്ങനെ വകയിപ്പിക്കണം. അത് സുരേഷ് ഗോപി താല്പര്യമല്ല. സുരേഷ് ഗോപി അങ്ങയുടെ തന്നെ ആശ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണ്. അതുകൊണ്ട് വേണ്ടാത്ത വർത്തമാനം അവിടുന്ന് പിന്നെ അങ്ങനെ ഒരു കാര്യമില്ലാത്ത എന്തെങ്കിലും പ്രഖ്യാപനം നിർമ്മലാ സീതാരാമനെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷേ അതങ്ങനെ ചെയ്യേണ്ട. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കുറച്ചുകൂടെ കേരളത്തിന് കിട്ടേണ്ടത് ഇന്ന ചില കാര്യങ്ങൾ കിട്ടണം, അതിൻ്റെ ഒരു പ്രാധാന്യം അനുസരിച്ച് അർഹിക്കുന്ന ചില അയാൾക്ക് സമയം കൊടുക്കുക. നിങ്ങൾ എം പി ആക്കാണ്ടുന്നതിന് മുമ്പ് തന്നെ അയാൾ ഈ നാടിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവിടെ പല കാര്യങ്ങളും ഇടപെട്ടിട്ടുണ്ട്. അതൊന്നും ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ നിൽക്കുന്നതൊന്നായിരുന്നില്ല. ഒരു ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സുരേഷ് ഗോപിനെ വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പാലക്കാട് എം പിനെ വിലയിരുത്തിയിരുന്നല്ലോ. പത്തനംതിട്ട എം പി ഞാനിപ്പോൾ ഇപ്പോഴത്തെ ആൻ്റോ ആൻ്റണി അല്ല, അതിൻ്റെ മുമ്പേ ഉള്ള ശബരി പ്രോജക്റ്റ് എന്തായി. അപ്പം അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ഒരു ദിവസത്തെ ഹൈപ്പിന് വേണ്ടി നമുക്ക് ഡിസ്കഷന് കൊണ്ടുവരാം. ആ ഹൈപ്പിൻ്റെ അപ്പുറത്താണ് റിയാലിറ്റി. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അയാളെ കൃത്യമായി ചെയ്യും. അയാൾക്ക് വേണമെങ്കിൽ 4-5 പ്രഖ്യാപനം നടത്തി, ഗുരുവായൂർ പ്രത്യേക പാക്കേജ് എന്നൊക്കെ അന്നപ്പോൾ നിങ്ങളെന്ത് പറയും? ഹിന്ദു പ്രീണനം പറയും. അല്ലേ പറയണം മലയാറ്റൂർ സ്പെഷ്യൽ പാക്കേജ്, തീർത്ഥാടന പാക്കേജ്. പിന്നെ ക്രിസംഖികളെ വോട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയും. അല്ലെങ്കിൽ ഈ പറയുന്ന തന്നെ ചേരമാൻ പള്ളിയുമായി ബന്ധപ്പെട്ടൊരു വലിയൊരു പ്രൊജക്റ്റ് വരുന്നത്. അപ്പം പറയും മുസ്ലിങ്ങളെ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ പദ്ധതി. എന്തിനാ നിങ്ങൾ ഓരോന്ന് കണ്ടെത്തുമല്ലോ. അപ്പം അതിലും നല്ലത് സുരേഷ് ഗോപി ഈ ടൂറിസം മേഖലയിൽ ബന്ധപ്പെട്ട് വളരെ കൃത്യമായ പ്ലാനുണ്ട്. ഈസ് വെരി ക്ലിയർ അബൌട്ട് ദാറ്റ്. അല്ല, അതിനിടയ്ക്ക് അത് പദ്ധതികൾ കൃത്യമായ രൂപരേഖ നടപ്പിലാക്കി കൊണ്ടുവന്ന് ആ രൂപരേഖ കൊണ്ടുവന്നതിന് ശേഷം അതിനെ മൊത്തം വിലയിരുത്തൽ നടത്തി കൃത്യമായിട്ടുള്ള അതിൻ്റെ ഫണ്ടിങ് ഉറപ്പ് വരുത്തിയതിനു ശേഷം പ്രഖ്യാപിച്ചാൽ പോരെ. ആവളം കാത്തിരുന്ന് വേഗം കാത്തൂടെ. നിങ്ങൾ ഈ പത്രക്കാർക്ക് ഓരോ ദിവസം ന്യൂസ് ഇട്ടണമെന്ന് വിചാരിച്ചിട്ട് കോടതി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കോടതി വിധി വരുന്നതിൻ്റെ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈവ് എടുക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ കോടതി വിധി എന്താണെന്ന് അറിയില്ല. ഇങ്ങോട്ട് രാമപക്ഷത്ത് വിധി വന്ന സമയത്ത് എന്താണെന്ന് അറിയില്ല. പിന്നെ ആദ്യത്തെ വിധി വന്നില്ലേ, ഈ 3 തിരിച്ചുകൊണ്ടുള്ളത് അലഹാബാദ് ഹൈക്കോർട്ടിൻ്റെ. ആദ്യം പിന്നെ BJP നേതാവ് വന്നു. അപ്പം വന്നാൽ BJP പക്ഷം ജയിച്ചു. അപ്പോൾ മുസ്ലിം നേതാവ് ഇങ്ങനെ വരുന്നു, മൈൻകുട്ടി V നടന്നുകൊണ്ട് വരുന്നു. അപ്പോൾ മുസ്ലിം പക്ഷം ജയിച്ചു. അപ്പോൾ എല്ലാവരും ജയിച്ചത്. അതത്രേ ഉള്ളൂ. നമുക്ക് സമയമൊക്കെ കൊടു. സുരേഷ് ഗോപിനെ വിലയിരുത്താനായില്ല, 2 മാസമായിട്ടല്ലേ ഉള്ളൂ. അയാൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. ആദ്യം മനസ്സിലാക്കുക
അല്ല പിന്നെ എന്താ ചെയ്യാത്തെന്നുള്ള നമ്മൾ ചോദിക്കുന്നതല്ല, ചോദിക്കുന്നത് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. മുമ്പത്തെ പോലെ മുമ്പ് നമുക്ക് പറയാം ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക്, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം വോട്ട് ഷെയർ കൂടി, ഇപ്പൊ കേന്ദ്രമന്ത്രിയുണ്ട്, എന്നിട്ടും അതുകൊണ്ട് തന്നെ പറഞ്ഞത് എല്ലാവരും ചെയ്യുന്ന പോലെ 4 വോട്ട് ഷെയർ കൂടി ഒന്ന് ആലോചിക്കാൻ 4 പദ്ധതികൾ കൊടുക്കുക എന്നുള്ളതല്ല സുരേഷ് ഗോപിയുടെ പ്ലാൻ. അങ്ങനെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് കൊടുക്കാൻ ബുദ്ധിമുട്ടല്ല, മനസ്സിലാക്ക്. നിർമ്മല സീതാരാമൻ അവനെ കൊണ്ട് 2 പ്രഖ്യാപനം നടത്തിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവസാനം എത്ര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ബജറ്റിനുള്ളിൽ? നിങ്ങൾ ആരെ കണക്കെടുത്തിട്ടുണ്ടോ എന്ന് പറ. അകപ്പാടെ മാണി സാറിൻ്റെ എൻ്റെ തന്നെ മാണി സാറിൻ്റെ ഒരു സ്മാരകം വന്നിട്ടുണ്ട്. അത് ജോസ് കെ മാണിയെ ഫോളോ അപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് അത് വന്നു തോന്നുന്നു അല്ലേ കോട്ടയത്ത്? അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളിത് ആ ദിവസത്തെ ന്യൂസിന് വേണ്ടിയിട്ട് ഹൈപ്പ് അല്ല. ഈ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ ബജറ്റിനകത്ത് പ്രഖ്യാപിക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴാണല്ലോ ഇത് പ്രോജക്ട് ഓൺ ആയി തുടങ്ങുന്നത്. അതെങ്ങനെയാണ്? അത് കൃത്യമായിട്ട് പഠനത്തിന് ശേഷമാണ്. ഈ ബജറ്റ് എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് വന്നതേ ഉള്ളൂ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അവർ പുതിയ പ്രയോറിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ തവണത്തെ മാതിരി അത്തരം ഫേം അല്ല ഈ ഗവൺമെന്റ്. ഫേം എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള പിന്തുണയുണ്ട്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഈ ബജറ്റിന് മുമ്പുള്ള പ്രീ ബജറ്റ് ഡിസ്കഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ചില സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്, അത് നിറവേറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പുതിയ ആ രീതിയിൽ അലോക്കേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ആ ഗവൺമെൻറ്റിൻ്റെ ഗതികേടാണ്. അങ്ങനെ അലോക്കേറ്റ് ചെയ്ത് വന്നത് സ്വാഭാവികമായിട്ട് മറ്റു എഴുതുന്നതിന് കാശ് ഈ ബജറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ പ്രഖ്യാപനം നടത്താമായിരുന്നു. പലരും പല പ്രഖ്യാപനം നടത്താറുണ്ടല്ലോ. തോട്ടുംകര വിമാനം ഇറക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നടത്തണ്ടെന്ന് സുരേഷ് ഗോപി വിചാരിച്ചുകൊണ്ടാണ്. അങ്ങനെ നടത്തിക്കേണ്ട. നിങ്ങളിത് എത്ര ഡിസ്കസ് ചെയ്യുമെന്ന് അങ്ങനെ എനിക്കറിയാം. നിങ്ങളൊന്നും നാളെ മറ്റേതാകും കഴിഞ്ഞ് പിന്നെ നിങ്ങളെത്തി അങ്ങനെ കുറേ കാലം തുടങ്ങിയതല്ലേ, അങ്ങനെ എന്ത് ചെയ്താലും അങ്ങനെ ഈ മാവ് നല്ല മാങ്ങയുള്ള മാവിന് കല്ലെറുന്ന പോലെ അറിയാൻ തുടങ്ങി കുറച്ചുകാലമില്ല. കുറച്ചുകൂടി അറിയട്ടെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാനിത്തിരി ഒതൻറ്റിക്കായി പറയുന്നത് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്നുണ്ട്. രാജ്യത്തിന് വേണ്ടി ഒരു രൂപരേഖ തയ്യാറാക്കുന്നുണ്ട് ദിവസം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉറപ്പായിട്ടും ഗുരുവായൂർ വരുന്നുണ്ട്. എനിക്കൊന്ന് മലയാറ്റൂർ വരും, ഗുരുവായൂർ വരും, ശബരിമല വരും. ഇങ്ങനെ ഒരു കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ പ്രധാനം. പിന്നെ ഈ പറയുന്നതിന് ചേരമാൻ വരും, പള്ളി വരാൻ സാധ്യതയുണ്ട് അതിൽ. അങ്ങനെ ഒരു പ്രോജക്റ്റ് വരാൻ പോവുകയാണ്. ആയുർവേദ ടൂറിസം, അതായത് കച്ചവട ആയുർവേദമല്ല, ഒറിജിനൽ ആയുർവേദ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. റഷ്യക്കാർ കൊളാബറേഷനൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ ഡിസ്കഷനിലാണ് അങ്ങേര്. അത് വന്നിട്ട് നിങ്ങൾക്ക് ഇത്ര സമയബന്ധിതമായി ഈ പരിപാടി പൂർത്തിയാക്കും, അതിന് ഇത്ര ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് രൂപരേഖ കിട്ടും. അല്ല, അതിൻ്റെ മറ്റൊരു കാര്യം, സുരേഷ് ഗോപിയിൽ ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് മാനല്ലല്ലോ, അദ്ദേഹം പോസിറ്റീവ് മാനാണ്. അദ്ദേഹത്തിൽ അമിതമായ പ്രതീക്ഷ, അദ്ദേഹം ഒരു സൂപ്പർ മാനാണെന്നുള്ള തോന്നൽ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതുവരെ കാണാത്ത തരത്തിലുള്ള വികസനം കൊണ്ടുവരും എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നു. ആളുകൾ വെറുതെ ചിന്തിക്കുന്നത് എന്ത് ചെയ്യാനപ്പോ? ചാക്കോച്ചിന്റെ അച്ഛന് കുത്തുകൊണ്ട് മരിച്ചു, എന്ത് ചെയ്യാനാ? ചാക്കോച്ചിന്റെ പിന്നെ ഗേൾഫ്രണ്ടിനെ തട്ടിക്കൊണ്ട് എന്ത് ചെയ്യാനാ? ചാക്കോച്ചിക്കും വെടിയേറ്റാൻ കൊണ്ടിട്ടുണ്ട്. അതൊക്കെ സിനിമയെ സംഭവിക്കുന്നില്ലേ? ഇയാൾ സൂപ്പർമാനായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ സുരേഷ് ഗോപിക്ക് അങ്ങനെ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ട്. ഇതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. അല്ല, ഞാൻ നടത്താം എന്ന് പറയാറില്ല. ലോകത്തുള്ള സകല കാര്യം ഞാൻ നടത്താമെന്ന് സുരേഷ് ഗോപി പറയാറില്ല. പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ പറയാറുള്ളൂ. അപ്പോൾ ഇതിലും അങ്ങനെ നിങ്ങളിപ്പോൾ എന്തൊക്കെ തന്നെ കടിക്കാൻ പോലെ അങ്ങനെ ചാടി കടിക്കാനും പോകുന്നില്ല. അങ്ങനെയൊക്കെ ഒരു പദ്ധതി ഉണ്ട്. അങ്ങനെ അവിടെ വന്നു കയറി ഇരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വെച്ചാൽ അങ്ങനെ സിനിമ ചെയ്യണം, കുറച്ച് സമയം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോഡി ഇപ്പോഴും കേട്ടിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പം ഇപ്പം ഇത് പണിയെടുക്കുന്നുണ്ട് അവിടെ നിന്ന്. ആളുകളൊക്കെ നിശ്ചയിച്ച് അടുത്ത് ത്രിപുരയിൽ പോയി, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പോയി കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് പ്രഖ്യാപനം വരും. പിന്നെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇപ്പോൾ 200 കോടി കേരളത്തിൻ്റെ ഗുരുവായൂർ എന്താണ് പറയുക, ടൂറിസം സാധ്യത ഡെവലപ്പ് ചെയ്യാൻ 5 ദിവസം വരാത്ത അവസ്ഥ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കില്ലേ? നിങ്ങളല്ല എന്നെ പോലുള്ള ആളുകൾ ചോദിക്കും, കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ നിങ്ങൾ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. നിങ്ങൾ പൊളിറ്റീഷ്യനായിട്ടല്ലേ, സ്റ്റേറ്റ്സ്മാനായിട്ടല്ലേ കാണുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ ചോദിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.